നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആന്റോയിൻ സെമന്യോ, വൺ ഓഫ് പ്രീമിയർ ലീഗ്സ് ബെസ്റ്റ് പ്ലെയേഴ്സ് ദിസ് സീസൺ മാത്രമല്ല, കഴിഞ്ഞ 1-2 സീസണായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് ആന്റോയിൻ സെമന്യോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡും സെമന്യോയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സമ്മറിൽ വി ട്രൈ ടു ബൈ സെമന്യോ, പക്ഷെ ആ ഡീല് നടക്കാതെ വന്നപ്പോൾ വി വെൻറ്റ് ആൻഡ് സൈൻഡ് എംബൂമോ വന്നത് എന്താ പറയുക, സെമന്യോ എംബൂമോ ഒരു താരതമ്യമൊന്നുമല്ല, പക്ഷെ എന്നാലും എംബൂമോയുടെ ഒരു പ്ലേയിങ് ഇത് വെച്ചിട്ട് വി ഹാവ് എ വെരി ഗുഡ് പ്ലെയർ, അതിൻ്റെ അകത്ത് ഒരു തർക്കവുമില്ല. വീണ്ടും സെമന്യോ അതിനുശേഷം വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയ ന്യൂസ് അനുസരിച്ച് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നു, ജനുവരിയിൽ ആന്റോയിൻ സെമന്യോനെ വിൽപ്പന തടയാൻ ബോൺമോത്ത് സാധിക്കില്ല. എന്താണെന്നാൽ കരാറിൽ 65 മില്യൺ റിലീസ് ക്ലോസ് ഉൾപ്പെടുന്നു. എല്ലാ ക്ലബ്ബുകളും ഇത് ലഭ്യമാണ്, എന്നാൽ നിശ്ചിത തീയതി പ്രകാരം ട്രിഗർ ചെയ്യപ്പെടണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, കഴിഞ്ഞ സമ്മറിൽ നമ്മൾ സെമന്യോനെ ബൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വന്നു. പിന്നെ അതിനുശേഷം ടോട്ടൻഹാമും ട്രൈ ചെയ്തു, ആ സമയത്തും അത് നടന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സെമന്യോ അവരുമായിട്ടൊരു കരാറിൽ ഒപ്പുവെച്ചിട്ട് ഉണ്ടായിരുന്നു, അതായത് ബോൺമോത്തുമായിട്ട്. അപ്പോൾ ഈ ഡീല് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോസും കൂടെ വെച്ച് 65 മില്യൻ്റെ ഒരു ബൈ ഔട്ട് ക്ലോസും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ടീം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വന്നിട്ട് ബിഡ് ചെയ്യുകയാണെങ്കിൽ 65 മില്യൺ പൗണ്ട്സിന് സെമന്യോനെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളൊരു ക്ലോസാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ വെച്ചിരിക്കുന്നത്. ആൻഡ് ജനുവരിയിൽ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത സമ്മറിലാണെങ്കിൽ അത് വീണ്ടും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അടുത്ത സമ്മർ ആകുമ്പോൾ മേ ബി ഒരു 55-60 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ലെവലിലേക്ക് ആ എമൗണ്ട് താഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ കോൺട്രാക്റ്റ് ബൈ ഔട്ട് ക്ലോസിൻ്റെ അകത്തുള്ള ഒരു കാര്യം. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് ഇതിനെക്കാട്ടി വലിയ പ്രയോറിറ്റി ഉണ്ട്. സെമന്യോ ഒരു പ്രയോറിറ്റി ഒന്നുമല്ല. അപ്പോൾ നമുക്ക് മേജർ പ്രയോറിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്ലെയർ വരേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മേ ബി നമ്മൾ കഴിഞ്ഞ സമ്മറിൽ നോക്കിയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു കാരണം കൊണ്ട് ഈ വരുന്ന സമയത്തിന്, അതായത് ജനുവരിയിലോ അടുത്ത സമ്മർ വിൻഡോ വരുമ്പോൾ സെമന്യോയുടെ ട്രാൻസ്ഫർ ഓപ്പൺ ആകുന്ന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിന് ട്രൈ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സെമന്യോനെ നമുക്ക് ഈ ഒരു 65 മില്യൺ ജനുവരിയിൽ കിട്ടുവാണെങ്കിൽ അത് സൈൻ ചെയ്യണോ, അതോ അടുത്ത സമ്മറിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഡീൽ, കുറച്ചുകൂടെ കുറഞ്ഞൊരു ഡീൽ വരുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് സൈൻ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ സെമന്യോ നമുക്ക് വേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? സോ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ്സ്. സോ കഴിഞ്ഞ സമ്മറിൽ ഇപ്പോൾ നമ്മുടെ ബിഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ബോൺമോത്ത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സെമന്യോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ എംബൂമോനെ സൈൻ ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ എംബൂമോ വന്നതുകൊണ്ട് നമുക്ക് മികച്ചൊരു പ്ലെയറിനെ തന്നെ കിട്ടി. പക്ഷേ ആ സമയത്ത് സെമന്യോ ആയിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ടീമിൻ്റെ ടോട്ടൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഈ പ്ലെയറിന് സാധിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു സീസണിൽ സെമന്യോയ്ക്ക് ഒരു സൂപ്പർ സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12 ഗെയിംസ് ഇൻ ഓൾ കോമ്പറ്റീഷൻസ്, അതിൽ നിന്നും 6 ഗോൾസാണ് മെയിൻലി സ്കോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ ഏത് പൊസിഷനിലായിരിക്കും കളിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നമ്മുടെ ഫ്രണ്ട് 3 ഓൾറെഡി സെറ്റാണ്. എംബൂമോ ഉണ്ട്, സെസ്കോ ഉണ്ട്, ഈ ലെഫ്റ്റിൽ മത്തിയാസ് കുഞ്ഞയും ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സെമന്യോനെ ഏത് പൊസിഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് 11ലേക്ക് ഒരു സാധ്യത ഉണ്ടോ എന്ന് ഉള്ളത് നമുക്ക് എടുത്ത് ചോദിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ കുറേ ചർച്ചകളിലൊക്കെ ഇത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. പല ആൾക്കാരും നമ്മുടെ ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് സെമന്യോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും എന്നുള്ളൊരു സജഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു.
അമാദിന് ഇപ്പോൾ റൈറ്റ് വിങ് ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെയിം പൊസിഷനിലാണ് സെമന്യോ വരാനായിട്ടുള്ള സാധ്യത. ഐ മീൻ ലൈക്ക് ഇഫ് ഇറ്റ് ഓൾ ഹീസ് കമ്മിങ്, ഈ ഒരു പൊസിഷനിലേക്ക് മാത്രമാണ് സെമന്യോന് വരാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം. സോ അങ്ങനത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞിരുന്നാൽ, സോ നമ്മൾ ആ പൈസ ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ് ബാക്കിനെ കൊണ്ടുവരാനായിട്ട് നോക്കണോ, അതോ ഇതേപോലെ ഒരു സെമന്യോ ഹൂസ് ഓൾറെഡി വിങ്ങർ, പ്രോപ്പർ ഒരു വിങ്ങറാണ്, അങ്ങനെ ഒരു പ്ലെയറിനെ ബാക്കിലേക്കും കൂടെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന വിങ് ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കിവിടെ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ സെമന്യോയുടെയും അഹമ്മദ് ദിയാലോയുടെയും ഹീറ്റ് മാപ്പാണ്. അപ്പം നമ്മളിവിടെ ഈ ഹീറ്റ് മാപ്പിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇവരുടെ ഹീറ്റ് മാപ്പ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഈവൻ ദോ ദേ ആർ പ്ലേയിങ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സെമന്യോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുവാണെങ്കിൽ അത് ഇപ്പം നമുക്ക് അഹമ്മദ് ദിയാലോ തരുന്ന ഔട്ട്പുട്ട് പോലെ തന്നെ ഇവിടെയും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ വാട്ട് ഡു യു തിങ്ക്? അഹമ്മദ് ദിയാലോനെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സെമന്യോ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ബെറ്റർ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പറയണം കമൻസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ആണോ ഈ രണ്ട് വിങ് ബാക്ക് പൊസിഷൻസിൽ കൊണ്ടുവരേണ്ടത്, അതോ ഇതിൽ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ട് കളിക്കുകയും എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോർവേഡ് ഔട്ട്പുട്ട് തന്ന് പിന്നെ ബാക്കിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലിലേക്ക് നിൽക്കുന്ന ഒരു പ്ലെയറിനെ ആണോ വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കൈൻഡ്ലി പുട്ട് യുവർ കമൻറ്റ്സ് ഇൻ ദിസ് കമൻറ്റ് സെക്ഷൻ. ഈ ഒരു പ്ലെയറിനെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജനുവരിയിൽ സൈൻ ചെയ്യണോ, അതോ സമ്മറിൽ സൈൻ ചെയ്യണോ, അതോ നമ്മൾ സൈൻ ചെയ്യേ വേണ്ട എന്നുള്ളതാണോ നിങ്ങളുടെ അഭിപ്രായം? കൈൻഡ്ലി പുട്ട് ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Take care. Bye.